പ്രൈസ് ദി ലോർഡ്. വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, ഫ്രാൻസിസ് അസീസിയുടെ ചരിത്രം പഠിക്കുമ്പോൾ അറിയാവേ, അസിസി പുണ്യവാളൻ ചെറുപ്പം, ഒരു 17-18 വയസ്സ്, യുവത്വത്തിൻ്റെതായ കുറവുകളൊക്കെ ഉള്ള കാലഘട്ടം. അന്നത്തെ പല പ്രത്യേക സാഹചര്യങ്ങളുണ്ട്, ഫ്യൂഡലിസത്തിൻ്റെ കാര്യമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പോകുന്നില്ല. വളരെ സിമ്പിൾ. ഒരു ദിവസം അവന് ദേവാലയത്തിൽ ഇരുന്ന് ഇങ്ങനെ ഇരിക്കും, പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഒരു കുരിശ് രൂപത്തിൽ ഒരു സ്വരം ഉണ്ടായെന്നാണ് പറയുന്നത്. പ്രസവം യജമാനനെയാണോ ദാസനെയാണോ സേവിക്കാൻ നീ ആഗ്രഹിക്കുക? പ്രസവം പാവം പറഞ്ഞു, എനിക്ക് യജമാനനെ, ദാസനെ വേണ്ട. ആരാണ് യജമാനൻ? എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം. പ്രസവം ദാസനാരാണ്? ഈ ഭൂമിയിലുള്ള വസ്തുക്കളും സൃഷ്ടപ്രപഞ്ചവുമാണ് അവൻ സൃഷ്ടിച്ചത് മാത്രം. പക്ഷേ സൃഷ്ടിയല്ല, സൃഷ്ടിയേക്കാളും വലുതാണ് സൃഷ്ടാവ്. ഇത് പലർക്കും പറ്റിയ പ്രശ്നം നേരെ തിരിഞ്ഞു പോയി. സൃഷ്ടാവിനേക്കാളും വലുത് സൃഷ്ടിയായി. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അധപ്പതനത്തിൻ്റെ കാരണേ. ശരിക്കും വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്നു കഴിയുമ്പോൾ ഒരുവന് കിട്ടുന്ന ഏറ്റവും വലിയ ജ്ഞാനം സൃഷ്ടിയല്ല, സൃഷ്ടാവാണ് വലുത്. സൃഷ്ടി ആ ഒരു ഉയർച്ച വരുവേ, ആ ഒരു ഗ്രോത്ത് വരുവേ. കൈയടിച്ച് കർത്താവെന്ന് പറഞ്ഞ യേശുവേ സ്തുതിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ കള്ളക്കച്ചവടങ്ങളോ പാപത്തിൻ്റെ വഴികളോ പണത്തിൻ്റെ വഴികളോ ലോകത്തിൻ്റെ സുഖഭോഗ വസ്തുക്കളുടെ വഴികളോ നമ്മൾ പോകില്ല. പാപം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈശോയെ വേദനിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, സ്തുതിക്കുന്നു. 2 കരം പഠിച്ച പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ കണ്ടു, നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ഒത്തിരി ദൈവജനമാണ്. അവരൊക്കെ ഒത്തിരി ഈശോയ്ക്ക് നന്ദി. നല്ല വിശുദ്ധമായ കുടുംബങ്ങളൊക്കെ ഒത്തിരി ഉള്ള നാടുകളൊക്കെ ഇവിടെയൊക്കെ എല്ലായിടത്തും കാണും. ഒത്തിരി നല്ല രാവിലത്തെ മിക്കവാറും ആദ്യത്തെ കുർബാനയ്ക്ക് പോകും. 5:30 കുർബാന, അല്ല 6 കുർബാന. അങ്ങനെ രാവിലെ തന്നെ കുർബാന കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് പിന്നെ ഓടി അധ്വാനിക്കുകയും നന്നായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന മക്കളെയും കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിനകത്ത് ചില മനുഷ്യർ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട്. അവർ ഈ പള്ളിപ്പോക്കും പ്രാർത്ഥനയെല്ലാം കൃത്യമാണ്. പക്ഷെ ജീവിതത്തിലോട്ട് ചെല്ലുമ്പോൾ അവരുടെ ലക്ഷ്യം വേറൊന്നാണ്. അവരുടെ ലക്ഷ്യം ചിലപ്പോൾ പണമാണ്, ചില ലക്ഷ്യം ചിലപ്പോൾ ജഡിക പാപങ്ങളാണ്, ചിലക്ക് പേരും പെരുമയാണ് പ്രശ്നം. അതിനു വേണ്ടിയാണ് ഇപ്പോൾ രാവിലെ പള്ളിയിൽ പോകുന്നത്. അപ്പൊ അങ്ങനെ ജീവിതം മുഴുവൻ കളയാ. അതുകൊണ്ടാണ് ദ്വേര പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരായ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബങ്ങളിലും വലിയ ദുരന്തങ്ങൾ ഈ നാളുകളിൽ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താ? ഒരു പരിധി വരെ പള്ളിയിൽ പോയതിന് കുഴപ്പമില്ല, പള്ളിയിൽ പോയത് അനുഗ്രഹമാണ്. പക്ഷേ ആ പള്ളിയിൽ പോകുമ്പോൾ അവിടെ നിന്ന് കേൾക്കുന്ന ദൈവവചനം അതിങ്ങനെ നമ്മൾ കേട്ടു, അത് പക്ഷികൾ വന്ന് കുത്തിക്കൊണ്ട് പോകുന്നല്ലാതെ നമ്മളിൽ എത്ര പേരത് കുത്തിക്കൊണ്ട് പോകുന്നുണ്ട്? സ്തുതിക്കുന്നു. ആ വചനം എത്ര മക്കളെ സ്വീകരിക്കുന്നുണ്ട്? ഹൃദയത്തിലോട്ട്, ജീവിതത്തിലേക്ക് അന്വേഷിച്ചതേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്വഭാവം മാറുകയാണ്. നമ്മുടെ പേരും പെരുമയും ബാധിക്കുന്ന എന്ത് വന്നാലും ഉടനെ നമ്മൾ നല്ല ഈ ഒരു കാലഘട്ടത്തിന് ഏറ്റവും അപകടം കൂടുന്നത്. എല്ലാവരും നല്ല ബുദ്ധിജീവികളാണ്. പ്രസ്തോഷം എല്ലാവർക്കും എങ്ങോട്ടും ആരെയും വളയ്ക്കാനും പിടിക്കാനും ഒക്കെ അറിയാം. എന്തിനും നല്ല ഫോർമേഷൻ കിട്ടിയ സമൂഹമാണ് പല ആളുകളും, പല കുടുംബങ്ങളെ, പല ജീവിതങ്ങളെ. അതുകൊണ്ട് അവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റും. അവർ ഇൻ്റലക്ച്വൽ ബീയിങ്സ് ആണ്. പ്രസ്തോഷം കൈയടിച്ച് കർത്താവെന്ന് പറഞ്ഞ യേശുവേ സ്തുതിക്കുന്നു. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അവരേത് പാപം ചെയ്താലും ന്യായീകരണമുണ്ട്. ഈ ന്യായീകരണം പറയുന്നുണ്ട്. ദൈവവചനം സ്വീകരിച്ചിട്ടില്ല, ദൈവവചനം സ്വീകരിക്കുന്നൊരു വ്യക്തിക്ക് ന്യായീകരണം പറയാൻ പറ്റത്തില്ലല്ലോ. പാപത്തെ പാപമെന്നേ വിളിക്കാൻ പറ്റുള്ളൂ, സത്യത്തെ സത്യം എന്നേ വിളിക്കാൻ പറ്റുള്ളൂ, അനീതി അനീതി എന്നേ പറയാൻ പറ്റുള്ളൂ. രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കാൻ പറ്റത്തില്ല. ഇതൊത്തിരി കൂട്ടിക്കുഴയ്ക്കൽ എൻ്റെ കാലം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് പല മാതാപിതാക്കളിൽ നിന്ന് വാവിട്ട് കരയുന്നുണ്ട്. മക്കളെ ഓർത്ത്, യുവതികളോർത്ത്, യുവാക്കളെ ഓർത്ത്. അവരുടെ ജീവിതം തകർന്നച്ചാൽ അവർ പിന്നെ അതിന് കാരണം എന്താ? ഇവരുടെ ആരുടെ ഹൃദയത്തിലേക്ക് വചനം വരുന്നത്. വചനം വരാത്തതിൻ്റെ കാരണം ഒരു അന്ധത കയറി പിടിക്കുന്നുണ്ട്. ഈ അന്ധത 24 മണിക്കൂർ മൊബൈൽ ഫോണിനകത്ത് അഡിക്റ്റ്. 2 നമ്മളിവർക്കെല്ലാം കൊടുക്കുന്ന ഫോർമേഷൻ വേറൊരു ഫോർമേഷൻ. സൃഷ്ടാവിനേക്കാൾ ഉപരിയായി സൃഷ്ടിയെ സ്നേഹിക്കുക എന്നുള്ള കാഴ്ചപ്പാട്. ഫ്രാൻസിസ് അസീസി സൃഷ്ടാവിനൊന്നാം സ്ഥാനം കൊടുത്തപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് കൃപ കൊടുക്കാൻ തുടങ്ങി. അവൻ പിന്നെ എല്ലാം മാറ്റി, അവനെ രൂപാന്തരപ്പെടുത്തി. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. 2 കരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ.
പാപത്തിൻ്റെ മാർഗങ്ങൾ വിട്ടുപറഞ്ഞ് അവൻ ബുദ്ധിക്കണം. അവന് വചനം കിട്ടി. വചനം, ദൈവവചനം ആത്മാവിൽ കിട്ടി. പരിശുദ്ധ അമ്മയ്ക്ക് വചനം കിട്ടി. സ്നാപക യോഹന്നാന് ദൈവത്തിന്റെ വചനം കിട്ടി. പൗലോസ്ലീഹായ്ക്ക് വചനം കിട്ടി. പത്രോസ്ലീഹായ്ക്ക് വചനം കിട്ടി. അതാണ് അവരെ രൂപാന്തരപ്പെടുത്തിയത്. നിനക്കിതുവരെ ഒരു രൂപാന്തരീകരണം, മാനസാന്തരം സംഭവിച്ചിട്ടില്ലെങ്കിൽ നിനക്കിതൊരു വചനം കിട്ടിയിട്ടില്ല. കാര്യം വചനം കേൾക്കുന്നുണ്ടാകാം, ഇഷ്ടം പോലെ പഠിക്കുന്നുണ്ടാകാം, രാത്രിയും പകലും ഇരുന്ന് ചെയ്യുന്നു, പക്ഷേ കിട്ടിയിട്ടില്ല. നീ കിട്ടിയെന്ന് പറയുമ്പോൾ അത് നിന്നെ രൂപാന്തരീകരണം സംഭവിച്ചിട്ടില്ല എങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ല. വെറുതെ നമ്മളിങ്ങനെ അഭിനയക്കാരായിട്ട് മാറുക. അപ്പോൾ ഇവിടെ അച്ഛൻ വീണ്ടും വരികയാണ്. അച്ഛൻ ഈ കൃപ കിട്ടാൻ, ഈ ഈശോ നമുക്ക് ഈ വാചനത്തിൻ്റെ വാചം തുറന്നു വരാൻ ഞാൻ എന്ത് ചെയ്യണം? എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ചോദ്യം. ശ്രമത്തിൽ പ്രത്യേക ഹല്ലേലൂയ. അതിന് വേണ്ടത്, ഒന്നാമത് വേണ്ടത് മത്തായിയുടെ സുവിശേഷം 16:13-20 വരെയുള്ള വചനത്തിലേക്ക് വരണം. കെസറി ഫിലിപ്പി ദേശത്തെത്തിയപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? വാട്ട് ദ പബ്ലിക് സേസ്. അപ്പോൾ അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്ന് പറയുന്നു, ചിലർ ഏലിയ എന്ന് പറയുന്നു, ചിലർ ജെറമിയ എന്ന് പറയുന്നു, ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്ന് പറയുന്നു. പബ്ലിക്ക് പറയുന്നത് പല അല്ല. ഈശോയെക്കുറിച്ച് നാട്ടിലൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിൽ പറയുന്നു. അതല്ല നീ സ്വീകരിക്കേണ്ടത്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പുസ്തകക്കാരെന്ന് പറയുന്നു, ആ രാഷ്ട്രീയക്കാരൻ, ഈ സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറയുന്നു, അല്ല അവർ ആ മതക്കാരെന്ന്, ഇതൊന്നും അല്ല നമ്മളെ ബാധിക്കേണ്ടത്. ഈശോയെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവുകളിലേക്ക് പറഞ്ഞേ. അപ്പം ഈശോ അവനോട് ചോദിക്കും, ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നു? വാട്ട് ഡു യു സേ? ഉടനെ പത്രോസ് എഴുന്നേറ്റ് പറയണേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. അതായത് പത്രോസ് ഈശോയെ തിരിച്ചറിഞ്ഞു. ശരിക്കുള്ള അറിവ് കിട്ടി. അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്, ലോകരക്ഷകനായ ക്രിസ്തുവാണെന്ന്, മനുഷ്യനെ മുഴുവൻ വീണ്ടെടുക്കാൻ പോകുന്ന ക്രിസ്തുവാണെന്ന്, ദൈവപുത്രനാണ്, ദൈവപുത്രൻ, സൺ ഓഫ് ഗോഡ്. ശരിക്കും ഈശോയെ കുറിച്ച് തിരക്കാൻ കാരണം ഒറ്റ ബ്ലാസ്ഫമിയാണ്, ഒരു ദൈവദൂഷണം. അവൻ മനുഷ്യനായിരിക്കെ ദൈവപുത്രനാണെന്ന് പറയുന്നു. ശരിക്കും ഒറ്റ കാരണത്തല യേശുവിനെ അവർ കുരിശിൽ തറച്ചത്. യേശുവിന് ബാക്കി എന്ത് ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, രക്ഷകൻ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ദൈവപുത്രൻ, വചനമായ, സത്യവചനമായ ഈ ലോകത്തിലേക്ക് വരാൻ കാത്തിരുന്ന ആ വചനത്തിൻ്റെ പൂർത്തീകരണം യേശു, അത് പറഞ്ഞപ്പോഴാണ് അവനെ കുരിശിൽ അവർ തറച്ചത്. സർവ്വത്തിൽ പറയും ഹല്ലേലൂയ. പിശാചുക്കൾ പോലും വിളിച്ചു പറയുന്നുണ്ടല്ലോ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, നീ എന്തിന് കണ്ടോ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. അവനും തിരിച്ചറിഞ്ഞു. ഈശോ ദൈവപുത്രനാം തിരിച്ചറിഞ്ഞപ്പോൾ പിശാചുക്കൾ ഓടി മാറുന്നേ. ആ വചനം നിന്നിലുണ്ടെങ്കിൽ ദുഷ്ടാരൂപികൾ നിനക്ക് ചുറ്റുമുള്ള ഓടി മാറും. ഓടി മാറാത്തതിന്റെ കാരണം നിന്റെ വിശ്വാസം തെറ്റിയാ കിടക്കുന്നത്. നിന്റെ വിശ്വാസത്തില് വെള്ളം ചേർത്തിട്ടുണ്ട്. 2 കൊരിന്ത്യർ 2:17 പറയുന്ന പോലെ ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തും. മായം ചേർത്താൽ പിന്നെ വെറുതെ നമ്മൾ ധ്യാനം കൂടാൻ മതി, സമയം കളയും. വചന ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി മായം ചേർക്കുന്നത് ചിലർക്ക് എനിക്ക് സങ്കടം തോന്നാറുണ്ട്. അതോടെ ഇതിന് പ്രവർത്തിക്കില്ല, കേൾക്കാൻ നല്ല ഇമ്പകരമായിരിക്കും. 2 തിമോത്തി 4:3 പറയുന്ന പോലെ ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രസംഗകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ സത്യം പറയല, ദൈവപുത്രനാണെന്ന് മാത്രം പറയില്ല, ഏകരക്ഷകനാണെന്ന് പറയില്ല. സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളെല്ലാം എടുക്കും. കെട്ടുകഥകളെല്ലാം എടുത്തിട്ട് ലോകത്തിലെ വചനമല്ലാത്ത ഒരുപാട് കളകൾ എടുക്കും. ആ കളകളിലൂടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യേ. ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ കേട്ട് ഞാൻ ഒരുപാട് തോന്നും, ദാറ്റ് മേ ബി മോർ കറക്റ്റ് തോന്നിപ്പോയേ. 2 കാര്യം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പത്രോസിനെ തിരിച്ചറിഞ്ഞു. പത്രോസിന് ആരാന്ന് ഈശോയായിരുന്നു മനസ്സിലായി. അതുകൊണ്ടാണ് ശരിക്കും ഈശോ ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. നീ ക്രിസ്തു ആരാണെന്ന്
നിനക്ക് വെളിപ്പെട്ടാൽ മാത്രമേ, ദൈവം വെളിപ്പെടുത്തി കിട്ടിയാൽ മാത്രമേ നിനക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിട്ട് മാറാൻ പറ്റുള്ളൂ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ നന്നായിട്ട് പ്രീസ്തലോ. ഉടനെ പത്രോസിനോട് ഈശോ പറഞ്ഞു, മാംസരക്തങ്ങളല്ല, ബാക്കി പറയാമോ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അതായത് മാംസരക്തങ്ങളല്ല എന്ന വാക്കിന് ഇത് പഠിച്ചറിഞ്ഞതല്ല, പഠിച്ചറിയാൻ പറ്റില്ലെന്ന് പറയുന്നേ, കേട്ടറിയാൻ പോലും പറ്റില്ല. അതറിയണമെങ്കിൽ ദൈവം വെളിപ്പെടുത്തി തരണം. അത് വെളിപ്പെടുത്തില്ല. ഇരിക്കും നിങ്ങളെല്ലാവരും ആ കർത്താവിൻ്റെ വെളിപാടിൽ പെട്ട മക്കളാണ്, കർത്താവ് തിരഞ്ഞെടുത്ത മക്കളാണ്. കർത്താവിന് കൊടാനുകൂടി നന്ദി പറഞ്ഞ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. 2 കരം കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ ആരാധന. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ വെറും പ്രാർത്ഥിക്കുന്നവനായിട്ട് മാറാതെ, പ്രാർത്ഥിക്കണം, പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞൊരു പേരുണ്ട്, അത് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ദൈവ വചന നിന്നിൽ വേര് പിടിച്ച് നിൽക്കണം. ആത്മാവിൽ കിട്ടിയെന്ന് തെളിയിക്കപ്പെടണം. ആത്മാവിൽ വചനം നിറഞ്ഞെന്ന് വെളിപ്പെടണം. ബുദ്ധിയിലല്ല, ആത്മാവിൽ. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ശബ്ദപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. ഓർക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ വചനം ഇങ്ങനെ 12000-ഓളം വചനം പഠിച്ച നാളുകളിൽ ഞാൻ കേരളത്തിന് പുറത്തൊരിടത്ത് പോയപ്പോൾ, പ്രേയറിന് പോയപ്പോൾ, ശരിക്കും ധ്യാനിപ്പിക്കാനൊന്നും പോയതല്ല, അന്ന് സെമിനാരിയിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. ഒരു ടീമിൻ്റെ കൂടെ പോയെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചേറെ പേരുണ്ട്. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വലിയ മിറക്കിളുണ്ടായി. അപ്പോൾ ആ ദിവസങ്ങൾ എന്നോട് ഇവിടുത്തെ എൻ്റെ കൂടെ ഉണ്ടാവുന്ന കൗൺസിലിങ്ങിനായിട്ട് സഹായിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, പഠിച്ചിട്ടില്ല, ഞാനിരിക്കാന്ന് പറഞ്ഞു. എന്നോട് വചനമുണ്ടോ? ഞാൻ ദൈവവചനമുണ്ട്, കുറച്ചൊക്കെ അറിയാം, കർത്താവ് ഇത്രയും വചനം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വരുന്നത്, ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി വരും. അപ്പോൾ കൗൺസിലിങ് നടത്തുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീ, ഒരു 50ഓളം വയസ്സ് പ്രായമുള്ള സ്ത്രീ ഇങ്ങോട്ട് അടുത്തോട്ട് വരാമെന്ന് പറഞ്ഞു. ഒരു 10-15 ഫീറ്റ്, ഒരു 15-20 അടിയെങ്കിലും ദൂരത്ത് വെച്ച് ഒറ്റ കാറിച്ച് എൻ്റെ നേരെ ഇളകി മറിഞ്ഞുകൊണ്ട് ഈ അവരുടെ ഭാഷയിൽ, കന്നഡ ഭാഷയിൽ ഇങ്ങനെ സംസാരിച്ച്. അപ്പോഴത്തേക്കും എൻ്റെ ബോധം കിട്ടുക. അപ്പോൾ അവർ നമുക്കറിയാവുന്ന ആൾക്കാർ പറഞ്ഞു, അച്ഛൻ പറയുന്നത് ഈശോയെ എന്നെ അകന്നു പോണേന്നാണ് വിളിച്ച് പറയുന്നത്. അപ്പം എൻ്റെ ആത്മീയ ഗുരുക്കന്മാരുണ്ട് പറയാറ്, എല്ലാവരും പറയുന്നത്, വൈദികർ ഉൾപ്പെടുന്ന എല്ലാം, വചനം നിറഞ്ഞു കഴിയുമ്പോൾ ഈശോ നമ്മളിൽ വെളിപ്പെടും. ഈശോ നമ്മളിൽ വെളിപ്പെടുമ്പോൾ അന്ധകാര ശക്തികൾക്ക് ഇത് പെട്ടെന്ന് അറിയാൻ പറ്റും. ഈശോ നിന്നിൽ, വചനം നിന്നിൽ വെളിപ്പെട്ടു, ഈശോ നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ പിശാചുക്കൾ പെട്ടെന്നറിയും. അത് അറിഞ്ഞതാണ്. പിന്നെ അതിനെ ആളിനെ എടുത്തുകൊണ്ട് ഞങ്ങൾ അവരെല്ലാം കൂടി ഒരു ചെറിയ ചാപ്പലിൽ, പള്ളിയിലെ ചെറിയൊരു ചാപ്പലിൽ കൊണ്ടുപോയി ബ്രസ്റ്റ് കുർബാനയുടെ മുമ്പിൽ കൊണ്ടുപോയി. അപ്പോൾ 6 അച്ഛന്മാർ ആ സമയത്ത് പെട്ടെന്ന് ഓടി വന്ന് ഈ സംഭവമൊക്കെ കണ്ടിട്ട്, അപ്പം ഞങ്ങൾ നമ്മുടെ ഈ മകളിങ്ങനെ ദിവ്യഗാനത്തിന് മുമ്പിലേക്ക് മരുന്നടിച്ചങ്ങ് വീണു. കൊണ്ടുപോയി സമയത്തുണ്ടായ സംഭവമാണേ. പെട്ടെന്ന് അടുത്ത നിമിഷം ഞാൻ കണ്ടൊരു കാഴ്ച, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത കാഴ്ച. എൻ്റെ തല വെട്ടിക്കളഞ്ഞാൽ എനിക്കത് ആ സത്യത്തെ എനിക്ക് വിളിച്ചു പറയാൻ പറ്റത്തില്ല. പക്ഷേ ഗ്രഹിക്കാൻ എളുപ്പമല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഞാൻ കണ്ട കാഴ്ച വെച്ചാൽ, ഈ മകളിങ്ങനെ കമ്മന്ന് ദിവ്യഗാനത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഇപ്പോൾ ആരാച്ചാപ്പിലും ഫ്രണ്ടിങ് കിടക്കുന്ന പോലെ ഇങ്ങനെ കിടന്നിട്ട്, ഇപ്പോൾ അച്ഛന്മാരിൽ ഒരാളിൽ ഓടിയെത്തി, ഇത്രയും വലിയ ബഹളം സംഭവിച്ച് എന്നെ പിടിച്ചെടുത്തുകൊണ്ട് അടുത്ത നിമിഷം കാണുന്നത് ഇതിൻ്റെ തലമുടി, സ്ത്രീയാണേ, ഒരു കൊമ്പ് പോലെ ഒരടിപ്പൊക്കത്ത് തനിയേ ഉയർന്നു വന്നേ. എന്നിട്ട് ഇതിങ്ങ് എല്ലാം കൂടി ഒരു 10-15 സെക്കൻഡ് കൊണ്ട് വീണ്ടും പഴയ പോലെ തന്നെയായി. അതിനുശേഷം ഈ മകൾ കണ്ണു തുറന്നേ, കുർബാനയെ ആരാധിച്ച്. അതിനുശേഷം ഞങ്ങളുടെ നേരെ തിരിഞ്ഞ് സ്തുതിയല്ലേ. അന്ന് ഞാൻ വെറും ചെമ്മാച്ചന കേട്ടോ. അപ്പം എന്നിട്ട് ഞങ്ങളോട് പറയുന്നുണ്ട്, ഇവർ ചോദിക്കും, ഇവരോട് പിന്നെ ചോദിച്ചാൽ ഞാൻ പറയുകയാണേ, ഈ സമയത്ത് ഈ മകളിൽ നിന്നൊരു പൈശാചിക അരൂപികൾ വിട്ടുപോയെന്ന് പറയാം. ഒത്തിരി രോഗവും തകർച്ചയും പ്രശ്നമായിട്ട് വന്ന ഒറ്റ സംഭവത്തോടെ മൊത്തം അസ്വസ്ഥതകളും ഈ മകളെ വിട്ടുപോയി. ഈ മകൾ പരിപൂർണ സൗഖ്യമുള്ള മകളായിട്ട് കർത്താവ് മാറ്റിയെടുത്തേ. 2 കരം കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതിൻ്റെ കാരണം എന്താ? നമ്മളിൽ ദൈവവചനമുണ്ടെന്ന് അറിഞ്ഞു.
വിളിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരിലും ദൈവത്തിൻ്റെ വചനമുണ്ടെന്ന് അറിഞ്ഞാൽ തിന്മയുടെ രൂപികൾ നിങ്ങളുടെ കുടുംബ സമൂഹം അത് തിരിച്ചറിയാതെ അവർ വിട്ടുപോക്കുള്ളത്. നീ ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഇതിനു വേണ്ടി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, ശ്രമിക്കണം. അതുകൊണ്ട് വെറുതെ നമ്മൾ ധ്യാനം കൂടരുത്. ഇത് കൂടിയാൽ അതിൻ്റെ ആഴങ്ങളിൽ മാനസാന്തരം ഉണ്ടായി ദൈവവചനം ബുദ്ധിയിൽ, മനസ്സിൽ, ആത്മാവിലേക്ക് വ്യാപരിക്കപ്പെടണം. ആത്മാവിലേക്ക് വ്യാപരിക്കപ്പെടുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ വരവാണത്, കൃപയാണ്. ദൈവം തുറന്നു തരാതെ ഒരിക്കലും കിട്ടത്തില്ല. ലൂക്കാ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12 പറയും, അവർ ചിലർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാചുക്കൾ വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്നും വചനം എടുത്തു കളയുന്നു. ചിലർക്ക് ഒരിക്കലും നല്ല വചനം കിട്ടും, പക്ഷേ പുറത്തിറങ്ങുമ്പോൾ ദുഷ്ടാരൂപികൾ ഒന്ന് പല പ്രബോധനങ്ങൾ കൊടുക്കും. തെറ്റായ പ്രബോധനങ്ങൾ ഈശോയ്ക്കെതിരായിട്ട്, ഏകരക്ഷകനായ ഈശോയ്ക്കെതിരായിട്ട്, സുവിശേഷ വചനത്തിനെതിരായിട്ടൊക്കെ പഠിപ്പിക്കും. സഭയ്ക്കൊക്കെ എതിരായിട്ട് വരും. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട ജീവൻ്റെ വചനത്തെ, പക്ഷെ വിതച്ചത് വേര് പിടിച്ചതാണെങ്കിൽ അവൻ ചെയ്യാൻ പോരില്ല കേട്ടോ. നമ്മളിതിങ്ങനെ ഇട്ടിരിക്കുകയല്ലേ, നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ അത് എടുത്തോളൂ. കൈയടിച്ച് കർത്താവെന്ന് പറഞ്ഞേ. അടുത്ത വചനം പറയാണ്, ഇവരാണ് വഴിയിൽ വീണ വിത്ത്, പാറയിൽ വീണത്. വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്, എങ്കിലും അവർക്ക് വേരുകളില്ല. സ്വീകരിക്കുന്നുണ്ടെങ്കിലും വേരുകളില്ല. വേറെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലോട്ട് ഇറങ്ങണ്ടേ. അപ്പം സ്വീകരിക്കും. ബൈബിളൊക്കെ ഇഷ്ടം, വീട്ടിൽ ചെല്ലുമ്പോൾ 8-10 ബൈബിൾ കാണും. പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥന മുറിച്ചാൽ 100 ജപമാല കാണും. വീടിൻ്റെ ഓരോ മുറിക്കകത്തും ഈ സുവിശേഷം പെട്ടി കാണും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ മാതാവിൻ്റെ രൂപമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ വീട് സ്വർഗത്തിൽ പോകുന്നവർക്കും ഒരു മുറി തന്നെ പള്ളിയാക്കിയിരിക്കും. എല്ലാം ഉണ്ട്, മനോഹരമായിട്ട് പണി. പക്ഷേ ഈ വേര് കൊടുക്കുന്നില്ല. ആ വചനം ജീവിതത്തിൽ കാണാൻ പറ്റില്ല. നോക്കുമ്പോൾ അറിയാം, വിശുദ്ധിക്കെതിരായിട്ട് പാപം ചെയ്യുന്നു, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കുന്നില്ല, മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നു, കൊലപാതകം നടത്തുന്നു, അബോർഷൻ നടത്തുന്നു, കള്ളസാക്ഷ്യം പറയുന്നു. 1-ാം പ്രമാണം ദൈവവചനം, ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കും. ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. ഒന്നുമില്ല. മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രവിദ്യ, ചാത്തൻ സേവകൾ, ജോത്സ്യന് ഒക്കെ പോകുന്നു. അപ്പോൾ ഈ വചനം, പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോഴോ നമ്മുടെ വീട്ടിലൊന്നും ഉള്ളതിനേക്കാൾ രൂപങ്ങൾ അവർ വീട്ടിൽ കാണും. യേശുവെ സ്തുതിക്കുന്നു. നമ്മുടെ കയ്യിലാകെ കുഞ്ഞൊരു ഗുരുചരമൊക്കെ ഉള്ളൂ. ചെറിയൊരു പഴയൊരു കൊന്തയൊക്കെ ഉള്ളൂ. എനിക്കൊക്കെ ഒരു പഴയൊരു കൊന്തയൊക്കെ ഉള്ളൂ. പക്ഷെ ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ നിറച്ച് കൊന്തകൾ. അത് 50 രൂപയുടെ കൊന്ത, 500 രൂപയുടെ, 5000, 10000, ലക്ഷക്കണക്കിനോടെ കൊന്തകളും പരിപാടി എല്ലാം ഉണ്ട്. പക്ഷേ ഇവർ സ്വീകരിക്കുന്നു. പക്ഷേ ഇവിടെ ഉണ്ട്, വേരുകളില്ല. വചനത്തെ ഹൃദയത്തിലേക്ക്, അല്ലെങ്കിൽ കാരണം വേര് വെക്കുമ്പോണ്ടല്ലോ, വേരിടുമ്പോൾ അവിടെ വേദനയുണ്ട്. വചനത്തിന് വേര് പിടിപ്പിക്കുന്നിടത്തെല്ലാം ഒരു വേദനയുണ്ടാകും. യേശുവെ സ്തുതിക്കുക. അതായത് യോഹന്നാൻ 12:24 പറയുന്ന പോലെ, ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയുന്നില്ലെങ്കിൽ അത് അതേപടി കിടക്കും. അടിയുന്നെങ്കിലോ ഫലം. അഴിയണമെങ്കിൽ എറിയപ്പെടണം, ചതയ്ക്കപ്പെടണം, ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാമല്ലോ. മുറിക്കപ്പെടണേ, തകർക്കപ്പെടണം. വചനം ആര് സ്വീകരിച്ചു അവരുടെ ജീവിതത്തിൽ കണ്ണുനീരുണ്ടാകും. കാരണം അതൊരു പിളർപ്പുണ്ടാകും, വിഷമുണ്ടാകും, ദുഃഖമുണ്ടാകും. കാരണം ചില വചനത്തോട് വിശ്വസ്തത കാണിച്ചതിൻ്റെ ഒരേ ഒരു കാരണം കൊണ്ട് ഇതെല്ലാം സഹനമുണ്ടല്ലേ. ഫ്രാൻസിസ് അസീസി ദൈവവചനത്തെ കണ്ണും പൂട്ടി സ്വീകരിച്ചത് കൊണ്ട് എന്തെല്ലാം സഹനമുണ്ട്. സ്വന്തം അപ്പൻ വീട്ടിൽ നിന്ന് പുറത്താക്കി, അപ്പൻ ഇവനെതിരെ കേസ് കൊടുത്തു, ജയിലിൽ പോകുന്ന പോലത്തെ അവസ്ഥ. പിന്നീട് ഇവൻ പുറത്തു വരുന്നു. ഇതെല്ലാം നാട്ടുകാരവനെ കല്ലുപെറുക്കി എറിഞ്ഞു. പിള്ളേരൊക്കെ, കുട്ടികളൊക്കെ വിളിച്ചു പറയും, ഭ്രാന്തനായ ഫ്രാൻസിസ് നടന്നു പോകുന്നു, ആധ്യാത്മിക ഭ്രാന്ത് പിടിച്ചു. വചനം വേര് പിടിച്ചുകൊണ്ട് പറിച്ചു കളയാൻ പറ്റത്തില്ല. അവിടെ ശരിക്കും വചനം വരുമ്പോൾ അസ്വസ്ഥതയുണ്ടാവും. ഞങ്ങൾ പറയും, സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതായത് യെശയ്യാ 66:2, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാകുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കും, അസ്വസ്ഥതയുണ്ടാകും. അതാണല്ലോ ലുക്ക 1:37, 38, 39 വചനം വായിക്കും. ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി, അഭിവാദനത്തിൻ്റെ സ്വരം കേട്ടവൾ അസ്വസ്ഥ. വചനം വന്നാൽ നിനക്ക് പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല.
എൻ്റെ ജീവിതത്തെ അത് കാരണം വചനത്തെ സ്വീകരിച്ചു. അതിനനുസരിക്കുമ്പോൾ പല പാർട്ടികൾക്ക് പോകാൻ പറ്റത്തില്ല, നൈറ്റ് ക്ലബ്ബുകൾക്ക് പോകാൻ പറ്റത്തില്ല, ബർത്ത്ഡേ പാർട്ടീസിന് പോകാൻ പറ്റത്തില്ല, ചില ഡ്രസ്സുകൾ ധരിക്കാൻ പറ്റത്തില്ല, ചില കാര്യങ്ങൾ കാണാൻ പോകാൻ പറ്റത്തില്ല, ചില കാര്യങ്ങൾ വായിക്കാൻ പറ്റത്തില്ല, ചിലരോട് പോലും സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം വചനത്തെ മുറുകെ പിടിച്ചു. വചനമില്ലാത്തവൻ എല്ലായിടത്തും പോകും, എല്ലായിടത്തും പോകും അവന്, കാരണം വചനമില്ല അവന്. ജെറമ്യാ 5:13 പറയുന്ന പോലെ പ്രവാചകന്മാർ കാറ്റായിത്തീരും. കാരണം ദൈവത്തിൻ്റെ വചനമില്ല. പ്രവചനം പറഞ്ഞോടി കുറച്ചേയും പ്രവചനം പറഞ്ഞ് നിന്നു പോകും. കാരണം വചനമില്ല. കുറച്ച് നിറവേറും, കുറച്ച് നിറവേറില്ല, ശരിയാവും, ശരിയാകത്തില്ല. ആ കൺഫ്യൂഷനാക്കി തീരും. വേണ്ടത് പ്രവചനമല്ല, വേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, സ്തുതിക്കുക. ഞാനൊക്കെ കഴിഞ്ഞ വചനം കിട്ടിയും ഞാൻ പ്രത്യേകിച്ച് ഞായറാഴ്ച സാബത്ത് വിശുദ്ധ ദിനമായിട്ട് ആചരിക്കും. 25 വർഷം കഴിഞ്ഞ് സാബത്തിന് ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് ഇടവക പള്ളി ഞാൻ 10 വർഷം ഇടവക വികാരിയായിട്ടും അസിസ്റ്റൻ്റായിട്ടൊക്കെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. സാബത്തിൽ ഞാൻ കഴിയുമ്പോൾ ഞാൻ ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ വിവാഹങ്ങളൊക്കെ മറ്റു ദിനങ്ങളൊക്കെ ആക്കാൻ പറ്റും. ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരും, പെയിനുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോഴൊക്കെ നടത്തേണ്ടി വരും, സഭയുടെ അനുവാദത്തോടു കൂടി നടത്തും. അപ്പം ഞാൻ ഒത്തിരി നിരുത്സാഹപ്പെടുത്തുമായിരുന്നു ആൾക്കാരെ അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം പറയും സാബത്തിനെ വിശുദ്ധ ദിനമാക്കണം. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും പണികളൊക്കെ വരുമ്പോൾ ഞാൻ പറയും രാത്രി ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ ഇവർ പറയും അച്ഛൻ നാളെ ഞായറാഴ്ച ഞങ്ങൾ ഇച്ചിരി നാളെ കൂടെ ചെയ്താൽ ഞങ്ങളുടെ പ്രശ്നം തീരും, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ ഞങ്ങൾ തീരാൻ പറ്റുള്ളൂ. എന്ത് പറയുന്നു? ഞാൻ പറയും വേണ്ട, ശനിയാഴ്ച വൈകിട്ട് 11-11 ആകുമ്പോൾ നിർത്തിയിട്ട് വെക്കോ, അതിന് കൂടുതൽ അഡീഷണൽ പൈസ കൊടുത്തു എന്നാലും കുഴപ്പമില്ല, വേണ്ട. കാരണം ഉദയം വിഷമവും ബുദ്ധിമുട്ടാ, പിടിച്ചേക്കാൻ പറ്റില്ല. അങ്ങനെ ഓരോ വചനത്തെയും മുറുകെ പിടിക്കുമ്പോൾ ഒരു പെയിനുണ്ട്, അസ്വസ്ഥതയുണ്ട്. വചനം മണ്ണിലോട്ട് ഇറങ്ങുമ്പോഴേ സ്തുതിക്കുക. ഒറ്റ ചോദ്യം എനിക്ക് ഇരിക്കും, നിങ്ങളെല്ലാം ചെയ്യും. ഒരു വചനമെങ്കിലും നിന്റെ ഹൃദയത്തിലുണ്ടോ? ഇന്നെല്ലാവരുടെയും വിശ്വാസത്തെ പഠിക്കുമ്പോൾ കോംപ്രമൈസിങ് എല്ലാത്തിനോടും പൊരുത്തപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ അത് ശരിയല്ലല്ലോ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ പിലാത്തോസിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ പിലാത്തോസ് ഈശോ പറഞ്ഞു, നീ ഒരു വാക്ക് പറ, നീ ദൈവപുത്രൻ, നീ എന്തേലും. ഈശോയ്ക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മാറ്റി പറഞ്ഞാൽ മതി, വചനം മാറ്റി പറഞ്ഞാൽ മതി. ഈശോയ്ക്ക് കുരിശ് മരണം ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഈശോ മാറ്റുന്നില്ല. മാറ്റാത്തപ്പം കുരിശ് മരണം നേരെ എടുക്കേണ്ട വന്നേ. അതുകൊണ്ടാണ് ഈ ശ്രീമൂർത്തി പറഞ്ഞത് ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു വചനമെങ്കിലും നിന്റെ ജീവിതത്തിൽ ഒരു വചനമെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ 100% ഉറപ്പിച്ച് പറയാം, നീ പോകുന്ന വഴിയിൽ അത്ഭുതങ്ങൾ അടയാളം ഉണ്ടായിരിക്കും.